നമുക്ക് ജർമ്മനിയിൽ നമ്മൾ നോർമലി നമ്മൾ നല്ലപോലെ സാലറി വാങ്ങുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മൾ ടാക്സ് അടയ്ക്കുന്നുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ജോലി ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്കൊരു മിനി ജോബായിട്ട് ഏകദേശം 536 556 ആ ഒരു റേഞ്ചിൽ മാസം ടാക്സ് ഇല്ലാതെ, അതായത് നമുക്ക് ഒരു മണിക്കൂറിൽ എത്രയാണോ സാലറി കിട്ടുന്നത് ആ സാലറി അങ്ങനെ വാങ്ങിക്കൊണ്ട് ടാക്സ് ഇല്ലാതെ നമുക്ക് എസ്പെഷ്യലി നഴ്സസിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. മിനി ജോബായിട്ട് ഒരു ജോബ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം നമ്മളൊരു ഹോസ്പിറ്റലിൽ 100% ജോബ് ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പം നൈറ്റ് മാത്രം എടുക്കുന്ന ആൾക്കാരുണ്ടാവും. നൈറ്റ് മാത്രം എടുക്കുന്നവർക്ക് മേ ബി ഒരു 15 days വർക്ക് ചെയ്താൽ മതി. ബാക്കി 15 days ദേ ആർ ഫ്രീ. ഇനി 3 ഷിഫ്റ്റ് എടുക്കുന്ന ആൾക്കാർക്കായാലും നമുക്കിപ്പം ഒരു ആഴ്ചയിൽ 38 to 40 മണിക്കൂർ കവർ ചെയ്താൽ മതി എന്നുള്ളത് കൊണ്ട് മാസത്തിന്റെ നീളം ഒക്കെ അനുസരിച്ച് ചിലപ്പോൾ 10 ദിവസം വരെ ലീവ് കിട്ടാവുന്ന മാസങ്ങളുണ്ട്, നോർമൽ ലീവ്. ചിലപ്പോൾ 8 ദിവസം. അപ്പൊ അത്രയും ദിവസം, പിന്നെ എവരി 2 സെക്കൻഡ് വീക്കെൻഡ് നമുക്ക് ഫ്രീ ആയിരിക്കും, പിന്നെ ഇടയ ദിവസങ്ങളിൽ. അപ്പം ഇത്രയും ഒരു ഫെസിലിറ്റി ഉള്ള സമയത്ത് നമുക്ക് മറ്റൊരു ഹോസ്പിറ്റലിൽ, പിന്നെ ചില ഹോസ്പിറ്റലിൽ അവർ തന്നെ മിനി ജോബ് അലോ ചെയ്യുന്നുണ്ട്. സോ ബെറ്റർ മറ്റൊരു ഹോസ്പിറ്റലിൽ മിനി ജോബിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ മിനി ജോബിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരാൾ എത്ര മണിക്കൂർ ആ മിനി ജോബ് ചെയ്യണം ഈ പൈസ എത്തിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളതിന് നിങ്ങളുടെ അവർലി സ്റ്റുഡന്റ് ലോൺ എന്ന് പറയും, നിങ്ങളുടെ അവർലി വേജസ് എത്ര എന്നനുസരിച്ചിരിക്കും നിങ്ങൾ എത്ര മണിക്കൂർ ജോലി ചെയ്യണം എന്നുള്ളത്. അപ്പം ആ അവർലി വേജസ് അറിയണമെങ്കിൽ നിങ്ങൾ ഏത് സ്റ്റൂഫയിൽപ്പെട്ടവരാണെന്ന് മനസ്സിലാക്കണം. ഇപ്പം സ്റ്റൂഫ് 4, 5 ആ ഒരു ലെവലിലുള്ളവർക്കാണെങ്കിൽ ചിലപ്പോൾ അവർലി €23, €24 till €30 അവർക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഈ €30 എന്ന് പറഞ്ഞത് നമ്മളെ സൈറ്റാബ്ലറ്റ് പോലെയുള്ള ഫേമുകളിലാണ്. ഹോസ്പിറ്റൽസിൽ മാക്സിമം 23, 24 ആ ഒരു റേഞ്ചിൽ അവർ തരുവാണെങ്കിൽ നിങ്ങൾക്ക് 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം മാക്സിമം ജോലി ചെയ്താൽ മതി. കാരണം നമ്മൾ സൺഡേ വർക്ക് വേണമെങ്കിൽ നമുക്ക് സൂഷ്യലേക്ക് കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ 3 ദിവസം മാക്സിമം അല്ലെങ്കിൽ 2 ദിവസം ജോലി ചെയ്താൽ മതി. ഇനി അല്ല €18, ഇപ്പം സ്റ്റൂഫ് 2 ഒക്കെ വരുന്ന ആ ഒരു റേഞ്ചിലുള്ളവർക്കോ അല്ലെങ്കിൽ €18 മുതൽ അങ്ങോട്ട് ഉള്ള ഡിഫറൻസ് വരുമ്പോൾ ഒരു ദിവസം കൂടെ ചിലപ്പോൾ കൂടുതൽ ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്താൽ പോലും നമുക്ക് ഒരു നഷ്ടവും ഇല്ല, കാരണം നമ്മൾ ചെയ്യുന്ന ജോലിക്ക് ഒരു ടാക്സും കെട്ടേണ്ടതില്ല. പക്ഷേ അവർ പറഞ്ഞിരിക്കുന്ന ഈ 550 അല്ലെങ്കിൽ ആ ഒരു സംതിങ് ആ ഒരു യൂറോയ്ക്ക് കൂടുതലായി കഴിഞ്ഞാൽ ഇപ്പം 600-ന് മേലെയൊക്കെ പോയി കഴിയുന്ന ആ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടി വരും ഉറപ്പായിട്ടും. പക്ഷെ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം നമുക്ക് till €1000 എക്സ്ട്രാ ഏൺ ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെന്റ്സ് അവരെന്തായാലും നമ്മുടെ നാട് പോലെ ഇപ്പോൾ CV നമ്മൾ കൊണ്ടുപോയിട്ട് ഇന്റർവ്യൂവിന് ഇരിക്കുന്ന സമയത്ത് നിങ്ങളൊരു പേഷ്യന്റ് വന്നാൽ അതിങ്ങനെ ചെയ്ത് അങ്ങനെയൊന്നും അല്ല ചോദിക്കുന്നത്. നിങ്ങളുടെ CV അവർ ടേക്ക് എ ലുക്ക്. ഓക്കെ, നമ്മുടെ നാട് പോലെ കുറേ പേജസ് CV ഒന്നും അല്ല. നമ്മുടെ CVയിൽ നമ്മുടെ ഒറ്റ പേജിൽ തന്നെ ഒറ്റ നോട്ടത്തിൽ ഒരാൾക്ക് നമ്മൾ എന്താണ് എന്നുള്ളത് മനസ്സിലാകുന്ന രീതിയിലാണ് നമ്മളിവിടുത്തെ യൂറോപ്യൻ CVs. അപ്പോൾ CV നോക്കുമ്പോൾ തന്നെ അവർക്ക് നമ്മളെ കുറിച്ചൊരു പിക്ചർ ഉണ്ടാവും. പിന്നെ അവർ നമ്മൾക്ക് ഒരു പ്രോബെ ഒരു ദിവസം തരും. നിങ്ങൾക്ക് ഒരു ദിവസം ജോലി ചെയ്ത് നോക്കാം, നിങ്ങൾക്കിത് ഓക്കെ ആണ്, ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ മതി, കോൺട്രാക്ട് സൈൻ ചെയ്താൽ മതി. പക്ഷെ അതിനു മുമ്പ് കൊടുക്കേണ്ട പേപ്പറിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അർബൈറ്റ് ഗേവറിന്റെ എംപ്ലോയറിന്റെ ഒരു അവരുടെ ഒരു ബെസ്റ്റേറ്റ് ചെയ്യും, കാരണം അവരുടെ ഒരു പെർമിഷൻ വേണം. പക്ഷെ PR ഉള്ളവർക്ക് അതിന്റെ ആവശ്യമില്ല. PR ഇല്ലാത്തവർക്കാണെങ്കിൽ അവർക്ക് നമ്മുടെ എംപ്ലോയറിന്റെ ഒരു പേപ്പർ അവർ ചോദിക്കും. അവരുടെ ബെസ്റ്റേറ്റിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ ജോലി ചെയ്യാനുള്ള അനുവാദം ഉണ്ടായിരിക്കുകയുള്ളൂ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ജർമ്മൻ പാസ്പോർട്ടോ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അതിൻ്റെ യാതൊരു ആവശ്യവും ഇല്ല. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഡോക്യുമെന്റ് അവർ ചോദിക്കുന്നത്, ഇപ്പം നമുക്ക് കുട്ടികളുണ്ട് എങ്കിൽ അവർ നമുക്ക് കിൻഡർ സൂഷ്ലേക്ക് തരും. അപ്പോൾ കുട്ടികൾ ഉള്ളവർക്ക് കുട്ടികളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കൂടെ കൊണ്ടുപോകണം. പിന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകുന്നതോടൊപ്പം ഫാമിലിയൻ കാസയിൽ പോയിട്ട് അവരടുത്ത് ചോദിക്കണം. നമ്മൾ ഇപ്പം മാസം തോറും അവർ നമുക്ക് കിൻഡർഗൾഡ് തന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഡീറ്റെയിൽസ് അവർ ചോദിക്കും. ആ ഡീറ്റെയിൽസ് നമ്മൾ പ്രിപ്പയർ ആക്കി വെച്ചിരിക്കണം. പിന്നെ ഫ്യൂറിംഗ് സോയിൻസ് നമ്മുടെ നാട്ടിലെ ഒരു എന്താ പറയുക റാത്തോസിൽ പോയിട്ട് എടുക്കേണ്ട ഒരു സംഭവമാണ്
PCC പോലെ നമുക്ക് വേറെ ബാധ്യതകൾ സ്ട്രാഫോ ഒന്നും ഇല്ല, വേറെ ക്രിമിനൽ ആ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു പശ്ചാത്തലമാണെന്നുള്ള പ്യൂറും ജോയിനസും നമ്മൾ ഇവിടെ നിന്ന് റാത്തോസിൽ നിന്ന് എടുത്ത് കൊടുക്കണം. അപ്പൊ ഇത്രയൊക്കെ വലിയ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. നമ്മൾക്ക് ഒരു ഓഫ് കോഴ്സ് മാസത്തിൽ ഒരു 10 ദിവസമൊക്കെ ലീവ് കിട്ടുമ്പോൾ ഒരു 2-3 ദിവസം പുറത്ത് പോയി ജോലി ചെയ്ത് നാട്ടിൽ ഏകദേശം 55,000-60,000 രൂപയോളം നമുക്ക് ടാക്സ് ഇല്ലാതെ ഏൺ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് എന്തുകൊണ്ടും ബെറ്റർ ഓപ്ഷൻ എന്നേ ഞാൻ പറയുള്ളൂ. സോ ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.